തുർക്കിയിലെ ഇസ്താംബുളിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പാലസുകളിൽ ഒന്നാണ് 1856-ൽ ഓട്ടോമൻ സുൽത്താൻസ് പണി കഴിപ്പിച്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ പാലസ്. ഇതിൻ്റെ പേരാണ് ഡോൾമബാക്ഷെ പാലസ്. ട്രഡീഷണൽ ഓട്ടോമൻ ശൈലിയും യൂറോപ്യൻ ആർക്കിടെക്ചറും സമന്വയിപ്പിച്ച ഒരു നിർമ്മാണ ശൈലിയാണ് ഈ കൊട്ടാരത്തിനുള്ളത്. ഇന്ന് എൻ്റെ സഞ്ചാരം ഈ മനോഹരമായ പാലസിലേക്കാണ്. ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇസ്താംബുളിൽ താമസിക്കുന്നത് വളരെ പ്രശസ്തമായ ഗലാറ്റ ടവറിൻ്റെ അടുത്താണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഗലാറ്റ ടവറിൻ്റെ പകൽ കാഴ്ചകളും നൈറ്റ് ലൈഫിൻ്റെ കാഴ്ചകളും ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ കാണാത്തവർ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ഇസ്താംബുളിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു പാലസിലേക്കാണ്. ഈ പാലസിൻ്റെ പേരാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഡോൾമബാക്ഷെ പാലസ്. ഈ ഒരു പേര് നമുക്കിത്തിരി പുതുമയുള്ളൊരു പേരാണ്. ഞാൻ ഇന്ന് ഈ ഒരു പാലസിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ടാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് പാലസുകളാണ് നമ്മൾ കണ്ടിരിക്കേണ്ട പാലസ്. അതിൽ ഒന്ന് ഡോൾമബാക്ഷെ പാലസ്, പിന്നെ മറ്റൊന്ന് ടോപ്കാപ്പി പാലസ്. ഈ രണ്ട് പാലസുകളും ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായി പോകുന്നത് ഈ ഡോൾമബാക്ഷെ പാലസിലേക്കാണ്. Can I take your video? Oh. ഞാനിപ്പോൾ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോൾമബാക്ഷെ പാലസ്. ആ ടാക്സിക്കാരൻ അവിടെ കൊണ്ട് ഇറക്കി ഒരു അടാറ് സാധനം പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച്. എൻ്റെ ഹോട്ടലിൽ നിന്നും ഗലാറ്റ ടവറിൽ നിന്നും ഇവിടെ വരാൻ വേണ്ടി പുള്ളി എന്നോട് മേടിച്ചത് 100 ലിറയാണ്. ഇത്തിരി കൂടുതല, എന്നാലും കുഴപ്പമില്ല. പുള്ളി പാട്ടൊക്കെ ഇട്ട് പുള്ളി നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇങ്ങനെ ഈ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേനും നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ വൈപ്പറൊക്കെ ഇട്ട് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. 100 ലിറ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വന്നു. ഞാനിപ്പോൾ ഡോൾമബാക്ഷെ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ പോകുന്നത്. അപ്പോൾ ഈ പാലസ് എന്ന് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കലി വളരെ പ്രാധാന്യമുള്ളൊരു പാലസാണ്. അങ്ങനെയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പൂച്ച എൻ്റെ തൊട്ടടുത്തോടെ നിൽക്കണ്ടില്ലേ, നോക്കിയേ. അപ്പോൾ അങ്ങനെ ഞാൻ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പാലസ്. കണ്ടില്ലേ, ഇതാണ് പാലസിൻ്റെ ഒരു ക്ലോക്ക് ടവറാണ്. ഇവിടെ നമുക്ക് ഒത്തിരി സാധനങ്ങൾ കാണാം. ഞാൻ ഈ പാലസിനെ പറ്റിയുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. കണ്ടില്ലേ, ഒത്തിരി ആൾക്കാരുണ്ട്. വളരെ കിടിലനൊരു പാലസാണ്. ഭയങ്കര ഹിസ്റ്റോറിക്കലി പ്രാധാന്യമുള്ള ഇസ്താംബുളിൽ തന്നെ ഉള്ള രണ്ട് പാലസാണ് ഏറ്റവും പ്രാധാന്യമുള്ള പാലസ്. ഒന്ന് ടോപ്കാപ്പി പാലസും, രണ്ട് പാലസാണ് പ്രധാനമായിട്ടുള്ള. ഒന്ന് ടോപ്കാപ്പിയും ഒന്ന് ഡോൾമബാക്ഷെ പാലസും. അതിൽ ഈ ഡോൾമബാക്ഷെ പാലസാണ് ഞാൻ ഇന്ന് ആദ്യം കാണുന്നത്. ഇവിടെ നമുക്ക് ഈ ഇതൊക്കെ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. സ്ക്രീനിങ് ഒക്കെ ചെയ്ത് വേണം അകത്തേക്ക് കയറുവാൻ. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയപ്പോൾ തന്നെ അവരെൻ്റെ ക്യാമറയും ഒക്കെ ചെക്ക് ചെയ്തു. ട്രൈപോഡുകളെല്ലാം എടുത്തു വെച്ചു. എൻ്റെ ഒരു ഗിംബൽ ഉണ്ടായിരുന്നു, അത് എടുത്തു വെച്ചു. അതൊക്കെ ഇവിടെ ഫോർബിഡൻ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ ഈ ഒരു ഫോണും ക്യാമറയും മാത്രം അവർ അനുവദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്, വളരെയധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. എനിക്കിപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അത് വേണം അകത്തേക്ക് പ്രവേശിക്കുക. എത്രയാണെന്ന് അറിയാമില്ല ടിക്കറ്റിൻ്റെ പൈസ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇത്ര ആൾക്കാരോട് വന്നെങ്കിൽ എന്തായാലും ഈ പാലസ് കിടലായിരിക്കണം.
ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഫോറിനേഴ്സിന് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 650 ലിറ കൊടുക്കണം. മനസ്സിലായില്ലേ? 650 ലിറ. അതൊരു വലിയ എമൗണ്ടാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ഇവിടുത്തെ നാഷണൽസിന് 140 ലിറയേ ഉള്ളൂ. എത്ര ഇരട്ടിയാണ് ഫോറിനേഴ്സിൽ നിന്ന് മേടിക്കുന്നത്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ആയിട്ട് വേണം കൊടുക്കാൻ. അതായത് നമ്മൾ കാർഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പൈസ ആയിട്ട് വേണം കൊടുക്കാൻ. 650 ലിറ. നമ്മുടെ ലിറ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 700 ലിറ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നു, കൊടുക്കുന്നു, 50 തിരിച്ച് മേടിക്കുന്നു, കാണുന്നു, പോകുന്നു. ഓക്കെ, കിട്ടി. ഇതാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിക്കറ്റുമായിട്ട് നേരെ അകത്തേക്ക് പോവാണ്. ഈ പാലസിൻ്റെ പുറത്ത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ്. എൻ്റെ അമ്മ എന്തൊരു ക്യൂ ആണ്. മറ്റുള്ള രാജ്യക്കാർക്കാണ് ഈ കൂടുതൽ പൈസ. ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര കുറവ് പൈസയാണ്. അതായത് 650 നമ്മൾ കൊടുത്തെങ്കിൽ അവർക്ക് 140 ആണോ 200 ആണോ 2 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 2 ഏത് പറഞ്ഞാണ് അവർക്ക് കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. വലിയ ക്യൂ ആണ്, ഭയങ്കര വലിയ ക്യൂ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ട്രൈപോഡൊക്കെ ഒരു മേടിച്ച് വെച്ചു. അതുകൊണ്ട് നല്ല വീഡിയോസ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തോരം ആൾക്കാരാണെന്നറിയോ? ഈ ആൾക്കാർ മുഴുവൻ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നേക്കുക. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് രാജാക്കന്മാർ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് കാരണം ഈ രാജ്യത്തിന് കുറേ റവന്യൂസൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി ഇനി ഈ ഒരു ഗേറ്റ് കടന്ന് വേറൊരു ഗേറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. വേറൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തു നിന്നും വരുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വലിയ ടൂർ ഗൈഡ് കാണും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഫ്ലാഗ് കാണും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാണാം. ഇവിടെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്താണ് ആൾക്കാർ പോകുന്നത്. ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളും ഇവിടെ നമുക്ക് പല സ്ഥലത്തും കാണാം. ഈ പാലസ് നല്ല ഭംഗിയാണ്. ഈ പാലസിൻ്റെ ഒരു സൈഡിൽ ഇവിടുത്തെ ഒരു ബോസ്പ്രസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ സൈഡിനെയും ഏഷ്യൻ സൈഡിനെയും തമ്മിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന വലിയൊരു പാസേജാണ് ബോസ്പ്രസ് സ്ട്രെയിറ്റ്. അത് ഈ പാലസിൻ്റെ സൈഡിലാണ്. ഞാനത് ഇപ്പോൾ കാണിക്കാം. അതിങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുർക്കിയിലെ യൂറോപ്യൻ സൈഡിലാണ് ഈ പാലസ് ഇരിക്കുന്നത്. ഈ പാസേജിൻ്റെ അപ്പുറത്ത് ഏഷ്യൻ സൈഡാണ്. ഏഷ്യൻ സൈഡും യൂറോപ്യൻ സൈഡും, അതായത് 2 കോണ്ടിനെൻറ്റിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. അതൊരു തുർക്കിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇനി ഞാൻ കുറച്ച് പാലസിനെ പറ്റി കുറച്ച് ചരിത്രം പറയാം, ഹിസ്റ്ററി പറയാം. ഈ പാലസ് ഏകദേശം ഒരു 1843-നും 1856-നും ഇടയിൽ പണിതിരിക്കുന്ന അന്നാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 6 സുൽത്താൻമാർ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഒരു പാലസിൽ. നമ്മളിപ്പോൾ ഈ തുർക്കിയിൽ വരികയാണെങ്കിൽ പ്രധാനമായും നമുക്ക് 2 പാലസുകളാണ് കാണേണ്ടത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള 2 പാലസുകൾ. അതിലൊന്ന് ടോപ്കാപ്പി പാലസും പിന്നെ രണ്ടാമത് ഞാൻ ഈ നിൽക്കുന്ന ദോൾമബാക്ഷെ പാലസുമാണ്. ഈ 2 പാലസും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പണിതത് ടോപ്കാപ്പി പാലസാണ്. ഈ പാലസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇവിടെ ഈ തുർക്കി എന്ന് പറയുന്നത് ഏകദേശം 400 വർഷത്തോളം ഓട്ടോമൻസ് ഭരിച്ചതാണ്. ഈ 400-450 വർഷത്തോളം അവർ ഭരിച്ചപ്പം അവർ ഇവിടെ ഒട്ടനവധി പാലസുകൾ, മോസ്കുകൾ ഒക്കെ ഇവിടെ പണി കഴിപ്പിച്ചു. ഇത് കോൺസ്റ്റന്റൈനിൽ നിന്നും ഇവർ യുദ്ധം ചെയ്തിട്ടാണ് ഈ ഓട്ടോമൻ തുർക്കിയെ പിടിച്ചടക്കുന്നത്. അങ്ങനെ പണിതിരിക്കുന്ന പല പാലസുകളിൽ ഏറ്റവും പ്രശസ്തമായ 2 പാലസിൻ്റെ ഒന്നാണ് ഈ ഡോൾമബാക്ഷെ പാലസ്. ഇതിനകത്ത് മോസ്ക് ഉണ്ട്, ക്ലോക്ക് ടവർ ഉണ്ട്, പാലസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബെൽ ടവർ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെല്ലാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അകത്തേക്ക് പോകും തോറും ഈ പാലസിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഏകദേശം 280-ൽ പരം റൂമുകളുണ്ട്. ഒരു 68 ബാത്റൂമുണ്ട്. പിന്നെ 65 ഹോളുകളുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഇത് 12 ടൺ ഗോൾഡ് കൊണ്ടാണ് ഇതിൻ്റെ അകത്തെ പല പണികളും ഇവർ അന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്നത്. അത്രമാത്രം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹരം എന്ന് പറയുന്ന ഹരം എന്നാണോ, അങ്ങനെയാണ്ടൊരു പേരാണ്. അതായത് രാജാക്കന്മാരുടെ അമ്മമാർക്ക് താമസിക്കുവാനും പത്നിമാർക്ക് താമസിക്കാനും അന്ന് ഭാര്യമാർക്ക് താമസിക്കാനും അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലം, അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പോൾ പറയാം. അപ്പം ഞാനിനി പതുക്കെ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാണുന്ന ഈ ഒരു എൻട്രൻസിലൂടെ വേണം നമുക്ക് ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ. നമ്മൾ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കും അല്ലെങ്കിൽ നമ്മുടെ ബാഗൊക്കെ അവർ നല്ലവണ്ണം സ്കാൻ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഈ പാലസിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വളരെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം 6ഓളം സുൽത്താൻമാർ പല കാലഘട്ടങ്ങളിലായിട്ട് ഈ ഒരു പാലസിൽ ജീവിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബം, അവരുടെ റോയൽ ഫാമിലികളും അവരുടെ റിലേറ്റീവ്സും എല്ലാം ഈ ഒരു പാലസിൽ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പാലസിൽ നമുക്കങ്ങനെ ക്യാമറ ഉപയോഗിക്കാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും അവർ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ക്യാമറ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ സ്ട്രിക്റ്റായിട്ട് നമ്മളെ വാൺ ചെയ്യും. നമുക്കത് കഴിയില്ല. ചില സ്ഥലങ്ങളിൽ അവർ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ എടുത്ത കുറച്ച് വീഡിയോകളും ക്ലിപ്പിങ്ങുകളുമാണ് നിങ്ങളെ ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാലസിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെൻട്രൽ ഹാള്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്നുള്ളത്. ഇതിൻ്റെ ഒത്ത നടുക്ക് ഉള്ള ഈ ഒരു ഷാൻഡ്ലെയർ, അത് ഏകദേശം 750 ബൾബുകളുള്ള ഏകദേശം 3.5 ടണ്ണോളം ഭാരമുള്ള ഒരു വലിയ ഷാൻഡ്ലെയറാണ്. ഇത് സമ്മാനിച്ചിരിക്കുന്നത് ക്വീൻ വിക്ടോറിയ ആണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പാലസ് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു പാലസാണ്. കാരണം അത്രയ്ക്കുണ്ട് കാണാൻ. 285 പരം റൂമുകൾ, പിന്നെ 68 ബാത്റൂം, 65 ഹോള്, പിന്നെ സെൻട്രൽ ഹോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹമാം എന്നാണ് ഈ രാജാക്കന്മാരുടെ അമ്മമാരും സ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം. അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും എത്ര സുഖലോലുപതയിലാണ് ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചു പോയത്. ഈ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാനിന്ന് പറയുകയാണ്. ഞാൻ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കണ്ടായിരുന്നു ഈ ഓട്ടോമൻസിനെ പറ്റി. ഓട്ടോമൻ രാജ കുടുംബം, അവരുടെ യുദ്ധങ്ങൾ. അപ്പം അതിനകത്ത് ഒരു രാജ്ഞി, അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കൊട്ടാരത്തിനുള്ളിൽ സ്പൈകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നിങ്ങനെ മകളോട് പറയുന്നൊരു രംഗമുണ്ട്. അപ്പം ഞാൻ ഓർത്ത് കൊട്ടാരത്തിനുള്ളിൽ സ്പൈ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിനകത്ത് സ്പൈ അല്ല, ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വലിയ കൊട്ടാരമാണ്. അതിൻ്റെ അകത്തെ ഓരോ ചിത്രപ്പണികളും ഓരോ കസേരകളും അതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇങ്ങനെയൊക്കെ അവർ ഒരു കാലഘട്ടത്തിൽ, അതായത് 1500കളിലും ഒക്കെ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നത് ഇങ്ങനെ. അന്നൊക്കെ പണിത കൊട്ടാരമാണത്. 1534നും 56 ഇടയിൽ പണിത കൊട്ടാരം അത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ ഒരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ മൊബൈലോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. നമ്മൾ മൊബൈൽ എടുക്കുമ്പോഴേ അവിടുന്ന് ഒരു വിളി വരും. വളരെ ഒരു സൗമ്യമില്ലാതെയാണ് അതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റിമാരൊക്കെ നമ്മളോട് പെരുമാറുന്നത്. അവർ ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് ഓരോരുത്തരെ ഇങ്ങനെ കയറ്റി വിടുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈലൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അന്നേരം വളരെ സ്ട്രിക്റ്റായിട്ട് നോ മൊബൈൽ എന്ന് ഉറക്കെ അവർ വിളിച്ച് പറയും. അപ്പോൾ ഈ പാലസ് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ വരിക. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം സമയമെടുത്ത് കാണാം. ഒരു 2 മണിക്കൂർ കണ്ടു വേണം ഇതിൻ്റെ അകത്ത് വരുവാൻ. 2 മുതൽ 3 മണിക്കൂർ വരെ ഇതിൻ്റെ അകത്ത് അത്രയ്ക്ക് കാര്യങ്ങൾ ഇവിടെ കാണുവാനുണ്ട്.
പിന്നെ അതേപോലെ നിങ്ങൾ ട്രൈപ്പോഡൊന്നും കൊണ്ടുവന്നേക്കരുത്, അവർ പിടിച്ചു വയ്ക്കും, നമ്മളെ കയറ്റി വിടത്തില്ല. എൻ്റെ ട്രൈപ്പോഡൊന്നും അവർ തന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പാലസ് കാണാൻ വേണ്ടി വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കാലൊക്കെ മറയ്ക്കുന്ന ഫുൾ ഡ്രസ്സ് വേണം അവർ ധരിക്കാൻ, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും, അല്ലെങ്കിൽ അവർ കയറ്റി വിടത്തില്ല. അതേപോലെ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി നല്ലവണ്ണം കാണാം, സമയമെടുത്ത് കാണാം. ട്രൈപ്പോഡ് കൊണ്ടുവരരുത്, വെള്ളം കയ്യിൽ കരുതണം. പിന്നെ ഇവിടെ ടൂർ ഗൈഡുകളൊക്കെ പുറത്ത് നമ്മളെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇൻഫർമേഷനൊക്കെ വായിച്ച് പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത് മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാലസാണ്. ഒരു 6 സുൽത്താൻമാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, അനവധി ചിത്രപ്പണികളുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു പാലസ്, അത്രേ ഉള്ളൂ. പക്ഷേ കിഡിലാണ്, അതിഭയങ്കരമായ ആർക്കിടെക്ചറാണ്. അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് കരുതുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, എൻ്റെ മറ്റുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.